ഇപ്പോൾ നമ്മുടെ യൂസർ നെയിം കാണാനുള്ള ഏറ്റവും ഒരു എളുപ്പമുള്ള മാർഗ്ഗമാണ് ഹൂ ആം ഐ അടിച്ചാൽ മതി. ഹൂ ആം ഐ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം എന്താണെന്ന് കാണും. അപ്പോൾ ഇതുമാതിരി വേറെ യൂസേഴ്സിന് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവും. ആഡ് യൂസർ എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. ആഡ് യൂസർ എന്തെങ്കിലും ഒരു പേര് എടുക്കുക. ഞാൻ അവിടെ ഡോൺ എടുത്തുകൊണ്ട് അടിക്കുക. അപ്പോൾ ഇത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇതിന് റൂട്ടിൻ്റെ പെർമിഷൻ വേണം. ഇപ്പോൾ ടെമ്പററി റൂട്ടാവാൻ സുഡോ എന്ന് പറഞ്ഞ പെർമിഷൻ കൊടുക്കുക. സുഡോ ആഡ് യൂസർ ഡോൺ. ഇപ്പോൾ പാസ്വേഡ് വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഒന്നുകൂടി റീടൈപ്പ് ചെയ്യുക. പിന്നെ ഫുൾ നെയിം എന്തെങ്കിലും അടിക്കുക. എൻ്റർ ബാക്കി ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. യെസ്. അപ്പോൾ പുതിയൊരു യൂസർ ക്രിയേറ്റ് ആയി. അപ്പോൾ ഈ ആഡ് യൂസർ പോലെ തന്നെ വേറൊരു കമാൻഡ് ഉണ്ട്, യൂസർ ആഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആഡ് യൂസറും യൂസർ ആഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിൻ്റെ മുമ്പ് നമ്മളിപ്പോൾ ഈ യൂസറൊക്കെ ആഡ് ചെയ്തല്ലോ. അപ്പോൾ ഈ യൂസറൊക്കെ ആഡ് ആവുന്നത് എവിടെയാണ്, ഏത് ഫയലിലാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്റ്റോർ ആയിരിക്കുന്നത് ഈ /etc/password എന്ന് പറഞ്ഞൊരു ഫയലിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ അതാ ക്രിയേറ്റ് ചെയ്തൊരു യൂസർ ഉണ്ട് ഇവിടെ. അതുമാതിരി തന്നെ നമ്മുടെ ഡിഫോൾട്ട് യൂസർ കാലി. അതുപോലെ തന്നെ ഇവിടെ വേറെ കുറേ കാര്യങ്ങൾ, വേറെ കുറേ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പർപ്പസുകളുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇവിടെ ഈ അവസാനത്തെ ഈ 2 റോ മാത്രം നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ യൂസേഴ്സ്. ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്നുണ്ടല്ലോ ഈ കാലി എന്ന് പറഞ്ഞിട്ട്. ഈ കാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ നെയിമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എക്സ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് വേറൊരു ഫയലാണ്. അപ്പോൾ ആ ഫയൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. /etc/shadow എന്ന് പറഞ്ഞൊരു ഫയലാണ്. സുഡോ പെർമിഷൻ കൊടുക്കണം. ഷാഡോ കാണണമെങ്കിൽ സുഡോ പെർമിഷൻ വേണം, കാരണം നമ്മുടെ പാസ്വേഡ് അവിടെയാണുള്ളത്. ഇതാ കണ്ടല്ലോ, ഇതാണ് ഷാഡോ ഫയലിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഈ ആഷ് ഫോർമാറ്റിൽ എഴുതിയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ തിരിച്ച് ETCയിലേക്ക് തന്നെ പോവാം. ഓക്കെ, ഇനി ഇവിടെ ഒരു 1000 കാണുന്നുണ്ടല്ലോ. 1000 പറഞ്ഞാൽ യൂസർ ID ആണ്. പിന്നെ അടുത്ത 1000 പറഞ്ഞാൽ ഗ്രൂപ്പ് ID. അപ്പോൾ നമ്മളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു യൂസറിനെ മാത്രമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഗ്രൂപ്പിനെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ യൂസർ ID-യും ഗ്രൂപ്പ് ID-യും വന്നത് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് കാണുന്നുണ്ടല്ലോ. അത് നമ്മൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചില്ലേനും, ആ ഡീറ്റെയിൽസാണ് ഇവിടെ വരിക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ /home/കാലി. അത് നമ്മുടെ ഫയൽ എവിടെയാണോ, നമ്മുടെ യൂസർ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലൊക്കേഷൻ കാണിക്കും. പിന്നെ അടുത്തത് /user/bin/setsh. setsh പറഞ്ഞാൽ അതിൻ്റെ ഷെല്ലാണ്, ഈ യൂസർ ഏത് ഷെല്ലാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇതാ ഡോണിൻ്റെ കേസിലും ഇവിടെ ഷെല്ലിനെ മാത്രമേ വ്യത്യാസമുള്ളൂ. /bash ആണ് ഈ ഡോണിൻ്റെ ഷെല്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആഡ് യൂസറിൻ്റെ വർക്കിംഗ് തന്നെയാണ്. ഇനി ഇതുപോലെ തന്നെ യൂസർ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ അതെന്താ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് സുഡോ യൂസർ ആഡ് ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഇതിൽ
അധികം കാര്യങ്ങളൊന്നും ചോദിക്കണില്ല. നമ്മൾ ആഡ് യൂസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാസ്വേഡ് ചോദിക്കും, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് കുറച്ച് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ യൂസർ ആഡിൽ ജസ്റ്റ് എൻ്റർ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ആഡ് യൂസർ ചെയ്യുമ്പോഴും യൂസർ ആഡ് ചെയ്യുമ്പോഴും ETC പാസ്വേഡിൽ എങ്ങനെയാണ് സ്റ്റോർ ആവാൻ നോക്കാം. അപ്പോൾ ജസ്റ്റ് cat/etc/password അടിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ പുതിയൊരു യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിക്കണ്, കിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാസ്വേഡൊന്നും നമ്മുടെ ചോദിച്ചില്ല. എന്നിട്ട് ഇവിടെ ഒരു എക്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഷാഡോ എടുത്ത് നോക്കി നോക്കാം. ഷാഡോ ഫയൽ ഓപ്പൺ ആയി സുഡോ പെർമിഷൻ കൊടുക്കണം. ഓക്കെ, ഇവിടെ പാസ്വേഡിൻ്റെ ഏരിയയിൽ ഒരു നോട്ട് ഈക്വൽ ടു എന്നുള്ളൊരു സൈനാണ് കാണുന്നത്. അപ്പോൾ പാസ്വേഡൊന്നും ഇല്ല എന്നാണ് അർത്ഥം. പിന്നെ യൂസർ ID, ഗ്രൂപ്പ് ID. പിന്നെ ഇവിടെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെല്ല് SH ആണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ബാഷ് ഷെല്ലേനി, ഇപ്പോൾ ഇവിടെ SHൻ്റെ ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ SH ഷെല്ല് പറഞ്ഞാൽ നമുക്ക് ഓവർ യൂസർ ഇൻ്റർഫേസ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് കിമ്മിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ SU കിമ്മിന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കിമ്മിന് പാസ്വേഡ് ഒന്നും കൊടുത്തിട്ടില്ല. സോറി, സുഡോ കൊടുക്കണം. സുഡോ SU കിം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ പാസ്വേഡ് ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് ഇതാ നമുക്ക് ഇങ്ങനൊരു ഷെല്ല് കിട്ടും. ഇതിലൊരു യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ZSHൽ വരുന്ന ഈ സജഷൻസും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ കിമ്മിൻ്റെ ഷെല്ല് നമുക്ക് വേറെ ഏതെങ്കിലും ഷെല്ലിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഷെല്ലിന് വ്യത്യാസമുണ്ട്, അതുമാതിരി തന്നെ വേറൊരു വ്യത്യാസം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം ഡയറക്ടറിയിലേക്ക് പോവുക. ഇപ്പോൾ കറൻ്റ്ലി നമ്മളുള്ളത് കാലി എന്ന് പറഞ്ഞ ഡയറക്ടറിയിലാണ്. CD .. അടിച്ചു കഴിഞ്ഞാൽ ഹോം ഡയറക്ടറി എത്തി. ഇവിടെ LS അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഡോണും ഉണ്ട് ഇവിടെ, കാലിയും ഉണ്ട് ഇവിടെ, പക്ഷെ കിമ്മും ഇവിടെ ഇല്ല. അപ്പോൾ യൂസർ ആഡിന് അടിച്ചു കഴിഞ്ഞാൽ യൂസറിന് ഒരു ഹോം ഡയറക്ടറിയും കിട്ടൂല എന്നർത്ഥം. അപ്പോൾ ഈ കിമ്മ് SH ആയതുകൊണ്ട് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒരു സുഖം ഉണ്ടാവില്ല. അത് ജസ്റ്റ് നോക്കി വെക്കാം. സുഡോ SU കിമ്മിന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇതിലൊന്നും ഉണ്ടാവില്ല, അത് സജഷൻ വരില്ല, നമ്മുടെ അങ്ങനത്തെ യൂസർ ഡീറ്റെയിൽസ് കാണിക്കൂല, ലൊക്കേഷൻസ് കാണിക്കൂല. അപ്പോൾ ആ ഷെല്ല് SHന് നമുക്ക് ബാഷിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു കമാൻഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് യൂസർ മോഡ്. അപ്പോൾ ജസ്റ്റ് സുഡോ യൂസർ മോഡ്, പിന്നെ യൂസർ നെയിം കൊടുക്കുക. നമുക്ക് ഏത് യൂസറിൻ്റെ ഷെല്ലാണ് മാറ്റേണ്ടത് വെച്ചാൽ പിന്നെ -- ഷെല്ലിന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഷെല്ലിലേക്കാണ് മാറ്റേണ്ടത്. ഇപ്പോൾ നമുക്ക് SHലാണുള്ളത്, അത് നമുക്ക് ബാഷിലേക്ക് മാറ്റണം. ബാഷിന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിമ്മിൻ്റെ ഷെല്ല് മാറും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. cat/etc/ പാസ്വേഡിൽ പോയി കഴിഞ്ഞാൽ ഇതാ കിമ്മിൻ്റെ ഷെല്ല് മാറിയിരിക്കുന്നത്. നേരത്തെ SH ഇനിയിപ്പോൾ ബാഷായി. ഇപ്പോൾ ബാഷ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂസർ ഇൻ്റർഫേസ് കാണാൻ ഒരു സുഖമുണ്ടോ. സുഡോ SU കിമ്മിന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ യൂസർ ഇൻ്റർഫേസ് തന്നെ മാറി. അപ്പോൾ ഈ യൂസർ മോഡിന് കുറേ യൂസുകളുണ്ട്. അത് മാൻ യൂസർ മോഡിന് അടിച്ചു കഴിഞ്ഞാൽ യൂസർ മോഡ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മുഴുവൻ വായിച്ച് നോക്കുക. ഇപ്പോൾ ആഡ് യൂസറും യൂസർ ആഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. പക്ഷെ നമുക്ക് ഈ ആഡ് യൂസറിലാണ് കൂടുതൽ
കാര്യങ്ങൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ചെയ്ത് തരിക. യൂസർ ആഡിൽ നമ്മൾ ആഡ് ചെയ്ത് പോകണം. ഇപ്പോൾ ഷെല്ല് മാറ്റണം, പിന്നെ ഹോമിൽ നമുക്കൊരു ഡയറക്ടറി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസർ ആഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് വേറെ കമാൻഡ് -m എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ സുഡോ യൂസർ ആഡ് ഒരു പേര് കൊടുക്കുക, പിന്നെ -m അടിച്ചു കഴിഞ്ഞാൽ ആഡ് യൂസറിൽ എന്താണോ നടക്കുന്നത് അതന്നെ യൂസർ ആഡിലും നടക്കും. അതുമാതിരി യൂസർ ആഡിൻ്റെ ഞാൻ വേറെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഹോമിൽ ഒരു ഡയറക്ടറി ഉണ്ടാവില്ല. അപ്പോൾ ഹോമിലൊരു ഡയറക്ടറി ഉണ്ടാവണമെങ്കിൽ അതിനൊരു കമാൻഡ് ഉണ്ട്, സുഡോ യൂസർ ആഡ് വേറൊരു പേര് കൊടുക്കുക, -m അടിച്ചു കഴിഞ്ഞാൽ ട്രംപിനൊരു ഹോം ഡയറക്ടറി കിട്ടും. ഇപ്പോൾ എല്ലാത്തിനും അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ ഞാൻ സുഡോനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. സുഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പററിലി റൂട്ടായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പവർ എല്ലാ യൂസേഴ്സിനും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിന് ഞാൻ ഇപ്പോൾ ആഡ് യൂസർ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഒന്നൊരു ഡോൺ പറഞ്ഞൊരു യൂസറിനെ ഉണ്ടാക്കിയല്ലോ. ഇവിടെ കാണാം, ഉണ്ടോ, ഇവിടെ ഡോൺ പറഞ്ഞൊരു യൂസറിനെ ഞാൻ ഉണ്ടാക്കി. ഈ ഡോണിലേക്ക് ഒന്ന് പോയേക്കാം, സുഡോ ഡോൺ. ഓക്കെ, അപ്പോൾ ഈ ഡോണിനൊരു യൂസറിനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കി നോക്കാം. സുഡോ യൂസർ ആഡ് ഒരു പുതിയൊരു ആളെ പേര് കൊടുക്കുക, ഞാൻ പുട്ടിന് കൊടുക്കാം, പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ ഡോൺ ഈസ് നോട്ട് ഇൻ ദി സുഡോർസ് ഫയൽ. അപ്പോൾ ഇതെന്താണ് സുഡോർസ് ഫയൽ? അപ്പോൾ അത് നോക്കാനായിട്ട് ഈ സുഡോർസ് ഫയലിലേക്ക് ഒന്ന് പോയി നോക്കാം. പിന്നെ സുഡോർസ് ഫയലിൽ പോണതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. സുഡോർസ് ഫയൽ ഹൈലി സെൻസിറ്റീവ് ആണ്. അതിലെന്തെങ്കിലും ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ ലിനക്സ് സിസ്റ്റം തന്നെ എന്തെങ്കിലും ക്രാക്ക് ഹാങ് ആവാനോ അങ്ങനെ എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ടെർമിനൽ കംപ്ലീറ്റ് ബ്ലാങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും കോൺഫിഗർ ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഏറ്റവും സേഫ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മൗസ് പാഡിലും നാനോ ഉപയോഗിച്ചൊന്നും തുറക്കാതിരിക്കുക, VI ഉപയോഗിച്ചിട്ട് തന്നെ തുറക്കുക. അതാണ് ഏറ്റവും സേഫ് മെത്തേഡ്. അപ്പോൾ സുഡോ VI സുഡോന്ന് അടിച്ചു കഴിഞ്ഞാൽ സുഡോ ഫയലിലേക്ക് എത്തും. ഓക്കെ, അത് നമ്മൾ കാലി കയറിയിട്ട് ചെയ്യണം. കാരണം ഈ ഡോൺ പറഞ്ഞ യൂസർ സുഡോ ഫയൽ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ കയറിയിട്ട് സുഡോ VI സുഡോന്ന് അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സുഡോർസ് ഫയലിലെത്തും. സുഡോർസ് ഫയലിൽ കംപ്ലീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ യൂസർ പ്രിവിലേജ് സ്പെസിഫിക്കേഷൻ കാണാം, ഇവിടെ റൂട്ട് കാണാം. റൂട്ടിന് ഓൾ ഈക്വൽ ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ കമാൻഡ്സും സുഡോന്ന് അടിക്കാതെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ റൂട്ടിന് മാത്രമേ ഉള്ളൂ. അതേമാതിരി ഇതിൻ്റെ അടിയിൽ കാണാം എല്ലാ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് സുഡോ ടു എക്സിക്യൂട്ട് എനി കമാൻഡ്. അപ്പോൾ ഈ സുഡോ പെർമിഷൻ ഉപയോഗിച്ചിട്ട് എല്ലാ കമാൻഡ്സും ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഡിഫോൾട്ട് യൂസറിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു % സുഡോ കാണാം. ഇതൊരു ഗ്രൂപ്പാണ്, സുഡോ ഗ്രൂപ്പ് എന്ന് പറയും. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈ സുഡോ കമാൻഡ് ഉപയോഗിച്ചിട്ട് എല്ലാ കമാൻഡ്സും പ്രിവിലേജോടെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇങ്ങനെ ഒരു റൂട്ട് മാറ്റി തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള യൂസറിനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഡോണിന് ഫുള്ള് പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡോൺ ഓൾ ഈക്വൽ ടു ഓൾ. ഈ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ കമാൻഡ്സും ഉപയോഗിക്കാനുള്ള പെർമിഷൻ. ഇനി ഈ ഓളല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കമാൻഡിൻ്റെ പെർമിഷൻ മാത്രമാണ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അടിക്കുക /bin/ls യൂസർ ആഡിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പക്ഷെ നമുക്കിവിടെ ഫുൾ പെർമിഷൻ വേണം, അപ്പോൾ ഓൾന്ന് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് സേവ് ചെയ്യാം. അതിന് അടിക്കേണ്ടത് Ctrl+X അടിക്കുക, പിന്നെ Y അടിക്കുക, പിന്നെ എൻ്റർ അടിക്കുക. ഇനി ഡോണിൽ കയറിയിട്ട് നമുക്ക് യൂസർ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം.
ഡോൺ കയറി അതിന് ശേഷം sudo യൂസർ ആഡ് ഒരു പുതിയ യൂസർ ആഡ് ചെയ്യാം പുട്ടിൻ. ഓക്കെ ഓക്കെ അപ്പോൾ ഈ പുട്ടിൻ ആഡ് ആയിക്കണോ നോക്കാം. അതിന് ജസ്റ്റ് cat /etc/ ഓക്കെ ഇതവിടെ നിങ്ങൾക്ക് കാണാം പുട്ടിൻ ആഡ് ആയിക്കണ്. കുറേ യൂസേഴ്സിനെ ഇപ്പം ഉണ്ടാക്കി. ഇനി ഈ യൂസേഴ്സിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കമാൻഡ് ഉണ്ട്. സിമ്പിളാണ്. sudo യൂസർ ഡെൽന്നടിക്കുക, എന്നിട്ട് യൂസറിൻ്റെ പേരടിക്കുക. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ യൂസറിനെ ഡിലീറ്റ് ചെയ്ത് നോക്കുക. പുട്ടിൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ യൂസർ അവിടുന്ന് പോയിണ്ടാവും. അത് നോക്കണമെങ്കിൽ ജസ്റ്റ് cat ctc/password അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ പുട്ടിൻ പോയി.